നമസ്കാരം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഗോവിന്ദചാമി വർഷങ്ങളായി ജയിൽ ചാടാൻ പ്ലാനിംഗ് നടത്തി വരികയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആദ്യം ജയിൽ അധികൃതരിൽ നിന്നും താൻ ജയിൽ ചാടാൻ ഉദ്ദേശമുള്ള ആളല്ലെന്ന് ബോധം വളർത്തിയെടുത്തു. ഇതിനുശേഷമാണ് എങ്ങനെ ജയിൽ ചാടണമെന്ന പ്ലാനിംഗ് അടക്കം ചാമി നടത്തിയത്. പല വിധത്തിൽ ജയിൽ ചാട്ട ആലോചനകൾ നടന്നുവെന്നാണ് സൂചന. മതിൽ തുരന്ന് ജയിൽ ചാടാനാണ് ഗോവിന്ദചാമി ആദ്യം ശ്രമിച്ചത്. ഇതിന് ശ്രമം തുടങ്ങിയെങ്കിലും എളുപ്പമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ക്വാറന്റീൻ വാർഡിന്റെ 6 മീറ്റർ ഉയരമുള്ള മതിൽ ഒരാൾക്ക് കടക്കാവുന്ന വട്ടത്തിൽ 10 സെന്റിമീറ്ററോളം കമ്പി കൊണ്ട് തുറന്നെങ്കിലും ആ ശ്രമം ഉപേക്ഷിച്ചു. 10ാം ബ്ലോക്കിൽ നിന്ന് പുറത്തു കടന്ന് മുൻപെടുത്തു വെച്ച കമ്പി കൊണ്ട് മതിൽ തുറക്കുകയായിരുന്നു. വിചാരിച്ച വേഗത്തിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെയാണ് പദ്ധതി ഉപേക്ഷിച്ചത്. ഇതിനുശേഷമാണ് ജയിൽ ചാട്ടത്തിന് മറ്റ് മാർഗങ്ങളും ഇയാൾ ആലോചിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2011 മുതൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി ഏറെക്കാലം ജയിൽ അധികൃതർക്ക് തലവേദനയായിരുന്നു. എന്നാൽ 3 വർഷമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയിൽ ചാടാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് അധികൃതർ കരുതിയുമില്ല. ജയിലിൽ ജോലി ചെയ്യുന്നതിനിടെ പ്രശ്നമുണ്ടാക്കിയതിന് 10 മാസം തടവിന് ശിക്ഷിച്ചിരുന്നതായി മലയാള മനോരമ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഗോവിന്ദചാമിക്കൊപ്പം സഹതടവുകാരൻ സുരേഷ് കണ്ണനെയും ജോലി ചെയ്യിക്കാറില്ല. മാനസിക ദൗർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്നയാളാണ് സുരേഷ്. ഇവർ തമ്മിൽ സെല്ലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല. മരുന്ന് കഴിക്കുന്നതിനാൽ രാത്രി 10 ആകുമ്പോഴേക്കും സുരേഷ് ഉറങ്ങും. അതുകൊണ്ട് തന്നെ ഗോവിന്ദചാമി സെല്ലിന്റെ ഇരുമ്പഴി മുറിക്കുന്നത് അറിഞ്ഞില്ല എന്നാണ് നിഗമനം. അതേസമയം സുരേഷിന് പദ്ധതി അറിയാമായിരുന്നെങ്കിലും ജയിൽ ചാടാൻ നിന്നില്ല എന്നാണ് വിവരം. ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയത് 3 വർഷത്തെ തയ്യാറെടുപ്പും ആസൂത്രണവും എന്നാണ് ഉത്തരമേഖല ജയിൽ DIG വി ജയകുമാറിന്റെ റിപ്പോർട്ട്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. ജയിൽ ചാട്ടത്തിന് എലിയെ പോലും ഗോവിന്ദചാമി ടൂളാക്കി. സെല്ലിലേക്ക് എലി കയറുന്നത് തടയാൻ വാതിലിന് താഴെ തുണി തിരികെ വയ്ക്കാൻ ഗോവിന്ദചാമി ജയിൽ അധികൃതരുടെ അനുമതി തേടി. വാതിലിലെ ഇരുമ്പ് കമ്പി അറുത്തുമാറ്റുന്നത് ആരും കാണാതിരിക്കാൻ തുണി ഉപയോഗിച്ച് മറയ്ക്കുകയായിരുന്നു. കമ്പി മുറിക്കാനുള്ള ചെറിയ ആയുധങ്ങൾ 3 വർഷം മുൻപേ ഇയാൾ ശേഖരിച്ചു. രാത്രികളിലാണ് കമ്പി മുറിച്ചത്. പുതപ്പും തുണിയും ഉപയോഗിച്ച് സ്വന്തം ഡമ്മിയും ഇയാൾ ഉണ്ടാക്കി. അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഡമ്മി പുതപ്പിച്ചിട്ട ശേഷം സെല്ലിന് പുറത്തു കടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ പുറത്തിറങ്ങിയ ഗോവിന്ദചാമി ജയിൽ വളപ്പിലെ മതിലിനടുത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞെങ്കിലും ജീവനക്കാർ പക്ഷേ കണ്ടില്ല. 24 മണിക്കൂർ നിരീക്ഷണം വേണ്ട CCTV പരിശോധിക്കാനും ആരുമുണ്ടായില്ല. കൊടുംകുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള സെല്ലുകളിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട പരിശോധനയിലും വീഴ്ചയുണ്ടായി. ഗോവിന്ദചാമി പുറത്തിറങ്ങിയ സമയം സെല്ലിന്റെ പരിസരത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല. ഗുരുതര വീഴ്ച വരുത്തിയ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഗോവിന്ദചാമിക്ക് ജയിലിനുള്ളിൽ നിന്നും ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതരുടെ നിലപാടെങ്കിലും അക്കാര്യം വിശദമായി പരിശോധിക്കണമെന്ന് DIG ആവശ്യപ്പെട്ടു. അതിനിടെ ഗോവിന്ദചാമി രക്ഷപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സെല്ലുകളിൽ നടത്തിയ പരിശോധനയിൽ ഒട്ടേറെ ചെറു ആയുധങ്ങളും പിടികൂടി. ജയിലിൽ കഴിയുന്ന ഗുണ്ടകളുടെ സെല്ലിൽ നിന്നാണ് ആയുധങ്ങൾ കൂടുതലും പിടികൂടിയത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാനായി ഇരുമ്പഴി മുറിച്ചതിന് ഗോവിന്ദചാമിയുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുത്തു. B സെല്ലിലെ ഇരുമ്പഴിയുടെ അടിഭാഗം അരം പോലുള്ള ആയുധം ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 1:35 ഇയാൾ പുറത്തു കടന്നത്. സെൻട്രൽ ജയിലിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുമെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുമുണ്ട്. ജയിൽ ചാടിയ ദിവസം രാത്രിയിലും കഞ്ചാവ് വലിച്ചിരുന്നു. കഞ്ചാവ്, മാഹിയിൽ നിന്നുള്ള മദ്യം എന്നിവ എത്തിച്ചു നൽകാൻ പ്രത്യേകം ആളുകളുണ്ടെന്നും ഇയാൾ പറഞ്ഞു.